വിവാദ ഫോൺ വിളിയിൽ പത്തനംതിട്ട എസ്.പി. സുജിത് ദാസിനെ സ്ഥലം മാറ്റം മാത്രം, പകരം പദവി നൽകിയിട്ടില്ല. DGPക്ക് മുൻപിൽ റിപ്പോർട്ട് ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ഒഴിവാക്കി. VG വിനോദ് കുമാറാണ് പത്തനംതിട്ടയുടെ പുതിയ SP. വിശദാംശങ്ങളുമായി ശാലിനിയുണ്ട്. ശാലിനി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദൃശ്യ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ADGP MR അജിത് കുമാർ, ഒപ്പം തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, ഇവർക്ക് രണ്ടുപേർക്കും എതിരായിട്ടുള്ള അന്വേഷണം ഒരുപക്ഷെ മയപ്പെടുത്തിയ സാഹചര്യം, അവർക്ക് സ്ഥാനമാറ്റങ്ങൾ നൽകാതെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചതിന് സമാനമായി തന്നെയാണ് പത്തനംതിട്ട SP സുജിത് ദാസിന് എതിരായിട്ടുള്ള നടപടികൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഒരു സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ചെറിയ തരത്തിലുള്ള സ്ഥാനമാറ്റം മാത്രം അദ്ദേഹത്തിന് നൽകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാരും ആഭ്യന്തര വകുപ്പും എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ DGP മുൻപിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് നിലവിൽ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഒപ്പം തന്നെ പകരം ചുമതല, പത്തനംതിട്ട SP പകരം ചുമതല വിനോദ് കുമാറിന് നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കൂടി ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുമുണ്ട്. അതേസമയം തന്നെ ഈ ഒരു PV അൻവറിനെ സ്വാധീനിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ മലപ്പുറത്തെ പോലീസ് ക്വാർട്ടേഴ്സിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് PV അൻവർ നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ PV അൻവറിനെ ഫോണിലൂടെ സ്വാധീനിച്ച് ഇടപെടൽ നടത്താൻ ഒരുങ്ങിയ സുജിത് ദാസിനെതിരെ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം നൽകിയിട്ടുള്ളത് സർക്കാരിന് മുൻപിലേക്ക്. DGPക്കും പിന്നീട് DGP അത് മുഖ്യമന്ത്രിക്കും നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നുള്ള ശുപാർശയായിരുന്നു DGP അടക്കം മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തത്. പക്ഷേ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ തുടരുന്നതോടൊപ്പം തന്നെ നടപടി മയപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ എത്തിയിട്ടുള്ളത്. തൃശൂർ റേഞ്ച് DIGയുടെ നേതൃത്വത്തിൽ മലപ്പുറത്തെ ഈ മരമുറി കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒരു ഭാഗത്ത് സുജിത് ദാസിനെതിരെ നടക്കുന്നു, മറുഭാഗത്ത് സ്ഥാനമാറ്റം നൽകിക്കൊണ്ടുള്ള ഒരു സംരക്ഷണ കവചം അവിടെയും ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും രണ്ട് സംഭവങ്ങളിലും പോലീസും ആഭ്യന്തര വകുപ്പും പ്രതിരോധത്തിലായിട്ടുണ്ട്. ആ പ്രതിരോധത്തിലായ സർക്കാരും ആഭ്യന്തര വകുപ്പുമാണ് ഇത്തരത്തിലൊരു തിരികെ ഒരു പ്രതിരോധം നൽകിക്കൊണ്ടും ഒപ്പം തന്നെ ഒരു സംരക്ഷണ കവചം ഈ ഉദ്യോഗസ്ഥർക്ക് നേർക്ക് നൽകിക്കൊണ്ടുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ദൃശ്യ